എൻ്റെ കുഞ്ഞു മക്കളും മിസ്സും ചേർന്നിട്ട് നമ്മളൊരു പുതിയ പാഠഭാഗമായിരുന്നു അല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് പാഠഭാഗമായിരുന്നു അത്? ഒരുമയുടെ ആഘോഷം എന്ന് പറയുന്ന നമ്മുടെ ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാഠഭാഗമായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മളെല്ലാവരും ചേർന്ന് കുറേ പൂക്കളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ പൂക്കളാണെന്ന് മക്കൾക്ക് ഓർമ്മയുണ്ടോ? ഏതൊക്കെ പൂക്കളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഓണം വന്നു കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ ഉണ്ടായിരിക്കും, പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടായിരിക്കും. പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ പൂക്കളിൽ വട്ടമിട്ട് പാറി നടക്കുന്ന പൂമ്പാറ്റകൾ ഉണ്ടായിരിക്കും, വണ്ടുകൾ ഉണ്ടായിരിക്കും. ഇവരെയൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് ഓണപ്പൂക്കൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓണത്തിന് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന പൂക്കളെ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ കുട്ടികൾക്ക് ഒന്നും കൂടി ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് മിസ് എല്ലാ പൂക്കളെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൂക്കളെ പരിചയപ്പെടാം. അപ്പം നോക്കിക്കേ, ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ പൂ മക്കളെ കണ്ടിട്ടില്ലേ? ഇത് ഏത് പൂവാണ്? ഏത് പൂവാ മക്കളെ? കുറേ കുഞ്ഞു പൂക്കൾ, ചുവപ്പ് നിറത്തില് നല്ല ഭംഗിയായിട്ട് കാണുന്ന ഈ പൂവിനെ നമ്മൾ എന്താ പറയാ? ഈ പൂവിനെയാണ് തെച്ചി എന്ന് പറയുന്നത് അല്ലേ? തെച്ചി എന്നത് ഇതുപോലെ എഴുതാം. അപ്പൊ തെച്ചിയാണ് ഈ ഒരു പൂവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു തെച്ചിപ്പൂവ് പല നിറത്തിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ? നല്ല വെള്ള നിറത്തിലുള്ള തെച്ചിപ്പൂവ് ഉണ്ടായിരിക്കും. ഇനി ഇത് കൂടാതെ വേറൊരു നിറത്തിലും ഉണ്ടായിരിക്കല്ലോ. ഏത് നിറത്തിലാണ്? മഞ്ഞ നിറത്തിലുണ്ടായിരിക്കും. ഇനി ഓറഞ്ച് നിറത്തിലുണ്ടായിരിക്കും. അങ്ങനെ പല നിറത്തില് നമുക്ക് തെച്ചി കാണാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പൊ തെച്ചിപ്പൂ മക്കൾ കണ്ടില്ലേ? തെച്ചിപ്പൂ കണ്ടോ? നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? മക്കളുടെ വീട്ടിലൊക്കെ തെച്ചിപ്പൂ ഉണ്ടായിരിക്കും. അപ്പൊ മക്കള് നോക്കാട്ടോ, ചെടികളെ പറിക്കരുത്, നോക്കിയിട്ട് അവരുടെ ഭംഗിയൊക്കെ നോക്കാം. എത്ര ഭംഗിയിലാണ് അവരുള്ളത് അല്ലേ? കുറേ പൂക്കള് ചുവപ്പ് നിറത്തിലും മഞ്ഞ നിറത്തിലുണ്ടായിരിക്കും, വെള്ള നിറത്തിലൊക്കെ നമുക്ക് തെച്ചിപ്പൂ കാണാൻ പറ്റും. ഇനി അടുത്ത പൂ നമുക്ക് നോക്കിയാലോ? അടുത്ത പൂ നോക്കാം അല്ലേ? അപ്പൊ അടുത്ത പൂവാണ് ഈ പൂ. മക്കൾ കണ്ടിട്ടുണ്ടോ? ഈ പൂ അറിയോ? ഏത് പൂവാന്ന് മക്കൾക്ക് അറിയോ? ഏത് പൂവാണ്? ഈ പൂവാണ് കണ്ണാന്തളി അല്ലേ? ഈ പൂവിന്റെ പേരാണ് കണ്ണാന്തളി എന്നാണ് ഈ ഒരു പൂവിന്റെ പേര്. അപ്പൊ എങ്ങനെയാ മക്കളെ കണ്ണാന്തളി എന്ന് എഴുതാ? നോക്കിക്കേ, കണ്ണാന്തളി അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് കണ്ണാന്തളി എന്ന് എഴുതാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഓണത്തിന് ഉപയോഗിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് കണ്ണാന്തളിപ്പൂ. അപ്പൊ ആദ്യം പഠിച്ച പൂവ് ഏതായിരുന്നു? തെച്ചിപ്പൂവാണ് അല്ലേ? രണ്ടാമതായിട്ട് നമ്മൾ എന്ത് പഠിച്ചു? കണ്ണാന്തളിപ്പൂവിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്ത പൂവ് ഏതാണ്? അടുത്ത പൂവ് നല്ല ഭംഗിയായിട്ട് നീല നിറത്തില് കുഞ്ഞു പൂക്കൾ അല്ലേ? കുറേ പൂക്കൾ മിസ് കാണുന്നില്ലേ? മിസ്സിന്റെ പിറകില് കുറേ പൂക്കൾ മക്കൾക്ക് കാണുന്നില്ലേ? ഇവന്റെ പേരെന്താന്ന് മക്കൾക്ക് അറിയോ? ഇവന്റെ പേരാണ് കാക്കപ്പൂവ്. എന്താ മക്കളെ? കാക്കപ്പൂവാണ്. അപ്പൊ എങ്ങനെയാ കാക്കപ്പൂവെന്ന് എഴുതാ? നോക്കിക്കേ, കാക്കപ്പൂവ് അല്ലേ? ഇവന്റെ പേരാണ് കാക്കപ്പൂവ്. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ? അപ്പൊ നല്ല ഭംഗിയില് നീല നിറത്തില് നമ്മൾ ഓണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പൂവാണ് കാക്കപ്പൂവ്. അപ്പൊ തെച്ചിപ്പൂ നമ്മൾ പഠിച്ചു, കണ്ണാന്തളി പഠിച്ചു, കാക്കപ്പൂവ് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി അടുത്ത പൂ നോക്കാം. അടുത്ത പൂവ് ഏതാണ്? ഇതേതാ മക്കളെ? വെള്ള നിറത്തില് നമ്മുടെ മുല്ലപ്പൂ പോലെ ഉണ്ടല്ലേ കാണാന്. പക്ഷെ മുല്ലപ്പൂവിനേക്കാൾ കുറച്ച് നീണ്ട തണ്ടുകളൊക്കെയാ കാണുന്നത്. ഈ പൂവിന്റെ പേരാണ് പിച്ചിപ്പൂവ്. എന്താ മക്കളെ? പിച്ചിപ്പൂവ് എന്നാണ് ഈ ഒരു പൂവിന്റെ പേര്. അപ്പൊ നോക്കിക്കേ, എങ്ങനെയാ പിച്ചി എന്ന് എഴുതുക? നോക്കിക്കേ, പിച്ചി അല്ലേ? ഇതാണ് നമ്മുടെ പിച്ചിപ്പൂവാണ്. അപ്പൊ പിച്ചിപ്പൂവും ഓണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓണം അല്ലേ, ഒരുമയുടെ ആഘോഷം എന്ന് പറയുന്ന പാഠഭാഗത്തില് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള പൂക്കളാണ് ഇവരൊക്കെ. തെച്ചിപ്പൂ പഠിച്ചു, കണ്ണാന്തളി പഠിച്ചു, കാക്കപ്പൂവ് നമ്മൾ പഠിച്ചു. പിന്നെ ഇത് ഏത് പൂവാണ്? പിച്ചിപ്പൂവാണ് അല്ലേ? അപ്പൊ പിച്ചിപ്പൂവ്. ഇനി ഇത് ഏത് പൂവാണ്? ഇതേത് പൂവാ മക്കളെ? ഇത് ജമന്തിയാണ് അല്ലേ? അപ്പൊ നമ്മുടെ ഓണത്തില് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് നമ്മുടെ ജമന്തി പൂവ്. അപ്പൊ ജമന്തി എന്നെങ്ങനെ എഴുതാം? നോക്കിക്കേ, ജമന്തി അല്ലേ? ഇതുപോലെയാണ് നമുക്ക് ജമന്തി എന്ന് എഴുതാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ജമന്തി പൂവ്. എന്ത് രസം!
നമ്മുടെ ചുറ്റും ഒത്തിരി പൂക്കളുണ്ട് അല്ലേ? അപ്പോൾ എല്ലാ പൂക്കളെ കാണാനും അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട്. അപ്പോൾ പൂക്കളൊന്നും പറിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കളെ ചെയ്യരുത് കേട്ടോ. പൂക്കളൊന്നും പറിക്കരുത്. പൂക്കളൊക്കെ കണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ജമന്തി പൂവാണ്. ഇനി ഇതേ നമ്മൾ അവസാനമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു പൂവാണ്. ഒരു ഇളം മഞ്ഞ നിറത്തിൽ നല്ല മണമായിരിക്കും. ഇത് ഏത് പൂവാണെന്നറിയോ? ഏത് പൂവാണെന്നറിയോ? ഇത് നമ്മൾ തലയിലൊക്കെ വെക്കാറുണ്ട് അല്ലേ? മുടിയൊക്കെ കെട്ടി പെൺകുട്ടികൾ തലയിലൊക്കെ വെക്കാറുണ്ട്. ഇതേതാണ്? ചെമ്പകമാണ്. അപ്പൊ ചെമ്പകം എന്നെങ്ങനെ എഴുതാം നോക്കിക്കേ? ചെമ്പകം അല്ലേ? ഇതുപോലെയാണ് നമ്മൾ ചെമ്പകം എന്ന് എഴുതുന്നത്. അപ്പൊ ചെമ്പകം ഉണ്ട്. നമ്മൾ ഏതൊക്കെ പൂക്കളാ പഠിച്ചത്? തെച്ചിപ്പൂവിനെ പഠിച്ചു, കണ്ണാന്തളി പൂ പഠിച്ചു, കാക്കപ്പൂ പഠിച്ചു, പിച്ചിപ്പൂ പഠിച്ചു അല്ലേ? പിച്ചി നമ്മൾ പഠിച്ചു. അതുപോലെ അവസാനം നമ്മൾ പഠിച്ചത് ജമന്തിപ്പൂവും ചെമ്പകവുമാണ്. അപ്പൊ ഇത്രയും പൂക്കളുടെ പേര് എൻ്റെ മക്കൾ പറയാനും കണ്ടു കഴിഞ്ഞാൽ ഏത് പൂവാന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ എൻ്റെ കുട്ടികൾ എഴുതി എഴുതി പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും പൂക്കളെ മക്കൾ കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞിട്ടുള്ള പൂക്കൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഇതിൽ കുറേ പൂക്കൾ മക്കൾക്ക് അറിയാലേ. തെച്ചിപ്പൂ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, കാക്കപ്പൂ കണ്ടിട്ടുണ്ടായിരിക്കും, ജമന്തി പൂ കണ്ടിട്ടുണ്ടായിരിക്കും, ചെമ്പകം കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ ഒത്തിരി പൂക്കൾ എൻ്റെ കുട്ടികൾക്ക് അറിയാം. അപ്പം കാണാത്ത പൂക്കളൊക്കെ മിസ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? മക്കൾ കണ്ടില്ലേ? പൂക്കൾ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഓടിയെത്തുന്നത് ഓണപ്പൂക്കളാണ്. നല്ല നിറത്തിൽ നല്ല മണത്തിലുള്ള ഒത്തിരി പൂക്കളാണ് അല്ലേ? അപ്പോൾ പൂക്കളുടെ പേരും അവരേതാന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതാന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ അല്ലേ? ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായെങ്കിൽ നമ്മുടെ വീഡിയോ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് 1 ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി വീഡിയോസ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അതൊക്കെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു.